പോലീസിനെ കബളിപ്പിച്ച് രക്ഷപ്പെട്ട മോഷണ കേസിലെ പ്രതി പിടിയിലായി. വാടാനപ്പള്ളി സ്വദേശി ബാദുഷയാണ് കോഴിക്കോട് നിന്നും പിടിയിലായത്. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ വൻ കഞ്ചാവ് വേട്ട. നേത്രാവതി എക്സ്പ്രസിന്റെ ജനറൽ കമ്പാർട്ട്മെന്റിൽ നിന്ന് 7 ലക്ഷം രൂപയുടെ കഞ്ചാവ് പിടിച്ചെടുത്തു. കൃഷി ഇറക്കാൻ ആളില്ല. കൊടുങ്ങല്ലൂരിന്റെ പൊക്കാളി പെരുമ പടിയിറങ്ങും. താളുപാട മുക്കുളി ഫോറസ്റ്റ് റോഡിൽ വഴിവിളക്കുകൾ സ്ഥാപിക്കണമെന്ന ആവശ്യം എങ്ങുമെത്തിയില്ല. വന്യമൃഗശല്യത്താൽ പൊറുതിമുട്ടി നാട്ടുകാർ. നമസ്കാരം. വിശദാംശങ്ങളിലേക്ക്. പോലീസിനെ കബളിപ്പിച്ച് രക്ഷപ്പെട്ട മോഷണ കേസിലെ പ്രതി അറസ്റ്റിലായി. വാടാനപ്പള്ളി സ്വദേശി തിണ്ടിക്കൽ ബാദുഷയെയാണ് മതിലകം പോലീസ് അറസ്റ്റ് ചെയ്തത്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് പരിസരത്തു നിന്നാണ് ഇയാൾ പിടിയിലായത്. മതിലകം പുതിയകാവിലെ സ്ഥാപനത്തിൽ നിന്ന് 6 ലക്ഷത്തോളം രൂപയുടെ മലഞ്ചരക്ക് മോഷ്ടിച്ച കേസിലാണ് കഴിഞ്ഞ ദിവസം ബാദുഷയെ മതിലകം പോലീസ് അറസ്റ്റ് ചെയ്തത്. മലഞ്ചരക്ക് കടത്താൻ ഉപയോഗിച്ച വാഹനം ഇയാൾ കായംകുളത്ത് നിർത്തിയിട്ടിരുന്നു. ഇതെടുക്കാനായി പോലീസ് ജീപ്പിൽ പോയി തിരികെ വരുന്നതിനിടയിലാണ് ആലപ്പുഴ SD കോളേജിനടുത്ത് വെച്ച് ഭക്ഷണം കഴിക്കാൻ തട്ടുകടയിൽ വാഹനം നിർത്തിയ സമയത്ത് കയ്യിൽ വിലങ്ങുമായി പ്രതി ഓടി രക്ഷപ്പെട്ടത്. നിരവധി മോഷണ കേസുകളിൽ പ്രതിയാണ് ബാദുഷ. മതിലകം പോലീസും കോഴിക്കോട് ജില്ലാ ക്രൈംബ്രാഞ്ചും ചേർന്നാണ് പ്രതിയെ പിടികൂടിയത്. മതിലകം പോലീസ് ഇൻസ്പെക്ടർ MK ഷാജി, SI-മാരായ രമ്യ കാർത്തികേയൻ, മുഹമ്മദ് റാഫി, ജിംബിൾ, സ്പെഷ്യൽ ബ്രാഞ്ച് SI മുഹമ്മദ് അഷ്റഫ് തുടങ്ങിയവർ പ്രതിയെ പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നു. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ വൻ കഞ്ചാവ് വേട്ട. 7 ലക്ഷം രൂപ വിലമതിക്കുന്ന കഞ്ചാവ് ഷൊർണൂർ റെയിൽവേ പോലീസ് SI അനിൽ മാത്യുവിന്റെ നേതൃത്വത്തിലുള്ള സംഘം പിടിച്ചെടുത്തു. മംഗലാപുരം നേത്രാവതി എക്സ്പ്രസിന്റെ ജനറൽ കമ്പാർട്ട്മെന്റിൽ നിന്നാണ് ആളില്ലാത്ത നിലയിൽ 2 ബാഗുകളിലായി 12 കിലോ 275 ഗ്രാം തൂക്കം വരുന്ന കഞ്ചാവ് ലഭിച്ചത്. പോലീസ് ഓഫീസർമാരായ ഗോകുൽദാസ്, മുഹമ്മദ് ലത്തീഫ്, ധർമ്മചന്ദ്രൻ, സുരേഷ്, ശ്രീജ രാജു എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു. കൃഷി ഇറക്കാൻ ആളില്ല. കൊടുങ്ങല്ലൂരിന്റെ പൊക്കാളി പെരുമ പടിയിറങ്ങുന്നു. മധ്യകേരളത്തിന്റെ തനത് നെല്ലിനമായ പൊക്കാളി പ്രകൃതിദത്തമായ കൃഷിരീതിയിലൂടെ വിളയിച്ചെടുക്കുന്ന നെല്ലാണ്. ഉപ്പുവെള്ളം കയറുന്ന പാടശേഖരത്തിലാണ് ഇത് കൃഷി ചെയ്യുന്നത്. ഒരു തവണ നെല്ലും അടുത്ത തവണ ചെമ്മീനും കൃഷി ചെയ്യുകയാണ് പതിവ്. കൊടുങ്ങല്ലൂരിലെ പുല്ലൂറ്റ് നാരായണമംഗലം പ്രദേശം പൊക്കാളി കൃഷിക്ക് പ്രശസ്തമായിരുന്നു. എന്നാൽ കഴിഞ്ഞ 2 വർഷമായി ഇവിടങ്ങളിൽ പൊക്കാളി കൃഷി ഇറക്കാൻ ആളില്ലാത്ത അവസ്ഥയാണ്. 360 ഹെക്ടർ പ്രദേശത്താണ് ഇവിടെ പൊക്കാളി കൃഷി ചെയ്തു വന്നിരുന്നത്. യന്ത്രസഹായമില്ലാതെ പരമ്പരാഗത രീതിയിൽ നിലമൊരുക്കിയാണ് കൃഷി ഇറക്കുന്നത്. പൊക്കാളി നെല്ലിന്റെ അരിക്ക് രുചിയും ഔഷധ ഗുണവും ഏറെയാണ്. 6 മാസമാണ് പൊക്കാളി കൃഷിയുടെ കാലപരിധി. മൂപ്പെത്തിയ നെൽച്ചെടി ഏതാണ്ട് 4 അടിയോളം ഉയരത്തിൽ വളരും. മികച്ച ഉൽപാദനക്ഷമതയും പൊക്കാളിയുടെ സവിശേഷതയാണ്. പൊക്കത്തിൽ ആളി നിൽക്കുന്നതുകൊണ്ടാണ് പൊക്കാളി എന്ന പേര് വന്നത്. ലവണാംശമുള്ള മണ്ണിലും വളരാനും വിളയാനും കഴിയുന്ന പൊക്കാളി നെല്ലിന് വെള്ളപ്പൊക്കവും വെള്ളക്കെട്ടും അതിജീവിക്കാനുമുള്ള കഴിവുമുണ്ട്. മഴക്കാലത്ത് വെള്ളത്തിൽ മൂടിക്കിടന്നാലും ഈ നെൽച്ചെടി ചീഞ്ഞു പോകില്ല. വെള്ളം വാർന്നു പോകുന്നതോടെ പഴയ കരുത്തോടെ ഉയർന്നു നിൽക്കും. കാലാവസ്ഥയെ അടിസ്ഥാനമാക്കി മാത്രം കൃഷി ചെയ്യാൻ കഴിയുന്ന കാർഷിക വിളയാണിത്. കൃഷി ചെയ്യാനായി ജൈവരാസവള പ്രയോഗമോ ജൈവരാസ കീടനാശിനി പ്രയോഗമോ വേണ്ട എന്നതാണ് പൊക്കാളി കൃഷിയുടെ മറ്റൊരു സവിശേഷത. വിഷുവിന് ശേഷം പൊക്കാളിപ്പാടങ്ങളിൽ ചെമ്മീൻ കെട്ടുകളുടെ കാലാവധി അവസാനിക്കുകയാണ് പതിവ്. അതോടെ മത്സ്യകൃഷി അവസാനിക്കും. തുടർന്ന് പൊക്കാളി നെൽകൃഷി ആരംഭിക്കാനുള്ള ഒരുക്കങ്ങൾ തുടങ്ങും. എന്നാൽ ഇന്ന് പൊക്കാളി കൃഷി അന്യം നിൽക്കൽ ഭീഷണിയുടെ നിഴലിലാണ്. പുല്ലൂറ്റ് നാരായണമംഗലം പ്രദേശത്ത് വ്യാപിച്ചു കിടക്കുന്ന പൊക്കാളി പാടശേഖരങ്ങൾ ഇന്ന് കാലാവസ്ഥാ വ്യതിയാനവും പ്രവർത്തനത്തിനുള്ള ചെലവും അധികരിച്ചതുകൊണ്ട് കഴിഞ്ഞ 2 വർഷമായിട്ട് പൂർണ്ണമായിട്ടും ആ കൃഷി ഇല്ലാതായി. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നഗരസഭാ പദ്ധതി നിർവഹണത്തിൻ്റെ ഭാഗമായിട്ട് കൃഷി പരിപോഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഫണ്ടുകൾ മാറ്റിവെച്ച ഒരവസരത്തിൽ ഒരുപക്ഷെ കർഷകർക്ക് ചെറിയ രീതിയിലുള്ള ആനുകൂല്യങ്ങളെങ്കിലും ലഭിച്ചിരുന്നു. ഇപ്പോൾ പൊതുവിൽ അത്തരത്തിലുള്ള കൃഷി ഇല്ലാത്തതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ എനിക്ക് തോന്നുന്നു ആ പദ്ധതി പ്രവർത്തനത്തിൽ ഫണ്ട് മാറ്റിവെക്കുന്ന ഒരു പ്രക്രിയ നടക്കുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. വികസനത്തിന്റെ പേരിൽ പാടങ്ങൾ ഇല്ലാതായതും ആധുനിക ചെമ്മീൻ കൃഷിയിലേക്ക് കർഷകർ കൂടുതലായി ശ്രദ്ധ തിരിച്ചതുമാണ് പൊക്കാളി കൃഷി ഇല്ലാതാകാൻ പ്രധാന കാരണം. മധ്യകേരളത്തിന്റെ പൈതൃക പാരമ്പര്യം പേറുന്ന പൊക്കാളി കൃഷിയെ പ്രോത്സാഹിപ്പിക്കാൻ സർക്കാർ തലത്തിൽ നടപടികളില്ലാത്തതും ഈ കൃഷിരീതിയെ തളർത്തിയിട്ടുണ്ട്. തൃശൂർ ജില്ലയുടെ തെക്കൻ മേഖലയിലും എറണാകുളം ജില്ലയുടെ വടക്കൻ മേഖലയിലുമാണ് പൊക്കാളി കൃഷി നടന്നു വന്നിരുന്നത്.
കൊടുങ്ങല്ലൂരിൽ പൊക്കാളി കൃഷി ഇറക്കൽ ഇല്ലാതായതോടെ നാടിന്റെ കാർഷിക പെരുമ നഷ്ടപ്പെടുന്ന അവസ്ഥയാണുള്ളത്. TCV ന്യൂസ്, കൊടുങ്ങല്ലൂർ. വന്യമൃഗശല്യമുള്ള താളുപാടം മുപ്പിളി ഫോറസ്റ്റ് റോഡിൽ വഴിവിളക്കുകൾ സ്ഥാപിക്കണമെന്ന ആവശ്യം എങ്ങും എത്തിയില്ല. ഹാരിസൺ പ്ലാന്റേഷനിലേക്കുള്ള തോട്ടം തൊഴിലാളികൾ ഉൾപ്പെടെ നിരവധി പേർ സഞ്ചരിക്കുന്ന റോഡാണിത്. മുപ്പിളി ഗ്രാമത്തിലുള്ളവർക്ക് പുറം ലോകവുമായി ബന്ധപ്പെടാനുള്ള ഏക മാർഗവും ഈ റോഡ് തന്നെയാണ്. പുലി, കാട്ടാന എന്നിവയുടെ സാന്നിധ്യമുള്ളതിനാൽ രാത്രിയിൽ ഭീതിയോടെയാണ് ആളുകൾ ഇതുവഴി കടന്നുപോകുന്നത്. വഴിവിളക്കുകൾ ഇല്ലാത്തതിനാൽ റോഡരികിൽ നിൽക്കുന്ന മൃഗങ്ങളെ ദൂരെ നിന്ന് കാണാനാകാത്തതിനാൽ പുലർച്ചെ ടാപ്പിംഗിനായി പോകുന്ന തൊഴിലാളികൾ പലപ്പോഴും പുലിയുടെയും കാട്ടാനയുടെയും മുന്നിൽ അകപ്പെടാറുള്ളതായും പറയുന്നു. മുപ്പിളി തേക്കുതോട്ടത്തിലെ ഫോറസ്റ്റ് സ്റ്റേഷൻ മുതൽ മുപ്പിളി ഗ്രാമത്തിലെ ജനവാസ പ്രദേശം വരെയുള്ള 500 മീറ്ററോളമാണ് ഇവിടെ വഴിവിളക്കുകളില്ലാത്തത്. ഇവിടെ വഴിവിളക്കുകൾ സ്ഥാപിക്കാനായി 1 വർഷം മുൻപ് വനംവകുപ്പ് അധികൃതർ എസ്റ്റിമേറ്റ് തയ്യാറാക്കിയിരുന്നുവെങ്കിലും തുടർ നടപടികൾ ഉണ്ടായില്ലെന്ന് പഞ്ചായത്ത് അംഗം ലിൻഡോ പള്ളിപ്പറമ്പൻ പറഞ്ഞു. ഇവിടെ സോളാർ ലൈറ്റുകൾ സ്ഥാപിച്ചുകൊണ്ട് ഇവിടെ വന്യജീവികളുടെ ഈ തരത്തിലുള്ള ആക്രമണം തടയുന്നതിനും ഇവിടെ ലൈറ്റിംഗ് സംവിധാനം നടപ്പിൽ വരുത്തുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ എസ്റ്റിമേറ്റ് എടുത്ത് വർഷങ്ങൾക്ക് മുമ്പ് എസ്റ്റിമേറ്റ് എടുത്ത് പോയിട്ടും അതിനും ഒരു നടപടിയില്ലാത്തൊരു സാഹചര്യം. ഇവിടെ ജനങ്ങളെ പാടെ അവഗണിച്ചുകൊണ്ട് വന്യജീവികൾക്ക് മാത്രമേ ഇവിടെ ജീവിക്കാനുള്ളൊരു സാഹചര്യം ഒരുക്കി നൽകിയാണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റും ഉദ്യോഗസ്ഥരും. അപ്പോൾ വലിയ പ്രതിഷേധങ്ങൾ ഇനി തുടർന്നും ഇതിനെതിരെ നടപടികളില്ലെങ്കിൽ ജനങ്ങൾ വലിയ പ്രതിഷേധവുമായിട്ട് തെരുവിലിറങ്ങും എന്നാണ് ഒരു വാർഡ് മെമ്പർ എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത്. ഫാദർ ഡോക്ടർ അഗസ്റ്റിൻ വള്ളൂരാന്റെ പൌരോഹിത്യ സുവർണ ജൂബിലിയോടനുബന്ധിച്ച് മുരിങ്ങൂർ ഡിവൈൻ ധ്യാന കേന്ദ്രം നിർധനരായ 50 കുടുംബങ്ങൾക്ക് വീട് വെച്ചു നൽകുന്ന പദ്ധതിയുടെ രേഖാസമർപ്പണം മുഖ്യമന്ത്രി നിർവഹിച്ചു. റവന്യൂ മന്ത്രി കെ രാജൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. മന്ത്രി റോഷി അഗസ്റ്റിൻ, എംപിമാരായ ബെന്നി ബെഹ്നാൻ, ഡീൻ കുര്യാക്കോസ്, ഫ്രാൻസിസ് ജോർജ്, ജോസ് കെ മാണി, MLA-മാരായ സനീഷ് കുമാർ ജോസഫ്, ചാണ്ടി ഉമ്മൻ, മോൻസ് ജോസഫ്, PJ ആന്റണി തുടങ്ങിയവർ സംസാരിച്ചു. അതിദാരിദ്ര്യത്തിൽ നിന്ന് മോചിപ്പിക്കാനുള്ള നടപടികൾ. ഇതുകൂടാതെ 2000-ഓളം സ്കൂളുകളിൽ ഭൗതിക സൗകര്യ വികസനവും സാധ്യമാക്കി. വടക്കാഞ്ചേരി പരുത്തിപ്രയിൽ നിയന്ത്രണം വിട്ട കാർ വൈദ്യുതി തൂണിൽ ഇടിച്ചു കയറിയ അപകടം. യാത്രക്കാർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ചെർപ്പളശ്ശേരിയിൽ നിന്ന് പാലയിലേക്ക് പോകുകയായിരുന്ന കുടുംബം സഞ്ചരിച്ചിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകട കാരണം. നിയന്ത്രണം വിട്ട കാർ റോഡിന്റെ എതിർദിശയിലുണ്ടായിരുന്ന വൈദ്യുതി തൂണിൽ ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ പോസ്റ്റ് ഒടിഞ്ഞു വീണു. അപകടത്തെ തുടർന്ന് മേഖലയിൽ വൈദ്യുതി ബന്ധം തകരാറിലായി. കല്ലൂർ നായരങ്ങാടിയിൽ നിയന്ത്രണം വിട്ട കാർ ഇടിച്ച് വൈദ്യുതി തൂൺ ഒടിഞ്ഞു വീണു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. ഞായറാഴ്ച അർദ്ധരാത്രിയായിരുന്നു അപകടം. കാറിന്റെ മുൻഭാഗം തകർന്നു. മേഖലയിലെ വൈദ്യുതി ബന്ധം പൂർണ്ണമായും തടസ്സപ്പെട്ടു. ദേശീയപാത മണലിയിൽ നിന്ന് മടവാക്കരയിലേക്ക് പോയ ലോറി മണിക്കൂറുകളോളം റോഡിൽ കുടുങ്ങി. ക്രെയിൻ എത്തിച്ചാണ് ലോറി മാറ്റിയത്. പാലിയേക്കര ടോൾ സമാന്തര പാതയിലേക്ക് കടന്ന ലോറിയാണ് റോഡിന് കുറുകെ കുടുങ്ങിയത്. പെരുമ്പാവൂരിൽ നിന്ന് എറവക്കാട്ടെ ഓട്ട് കമ്പനിയിലേക്ക് വന്ന ലോറിയാണ് കുടുങ്ങിയത്. ദേശീയപാതയിൽ നിന്ന് സമാന്തര പാതയിലേക്ക് പ്രവേശിക്കുന്ന ഭാഗത്ത് കുത്തനെയുള്ള ഇറക്കവും വളവും മൂലം നിരവധി അപകടങ്ങളാണ് നടന്നിട്ടുള്ളത്. ടോൾ ഒഴിവാക്കി പോകുന്ന വാഹനങ്ങളാണ് കൂടുതലായി അപകടത്തിൽപ്പെടുന്നത്. മടവാക്കര റോഡിലേക്ക് കടക്കുന്ന ഭാഗത്തിനോട് ചേർന്നുള്ള താഴ്ചയിലേക്ക് വാഹനങ്ങൾ നിയന്ത്രണം വിട്ട് മറയുന്നത് പതിവാണ്. റോഡിന്റെ അശാസ്ത്രീയമായ നിർമ്മാണമാണ് അപകടങ്ങൾക്ക് കാരണമാകുന്നതെന്ന് നാട്ടുകാർ ആരോപിച്ചു. കഴിഞ്ഞ ആഴ്ച മടവാക്കര ഭാഗത്തു നിന്ന് ദേശീയപാതയിലേക്ക് പ്രവേശിച്ച ബൈക്കുകൾ അപകടത്തിൽപ്പെട്ടിരുന്നു. നിരന്തരം അപകടമുണ്ടാകുന്ന ഭാഗത്തെ റോഡ് വീതി കൂട്ടി നിർമ്മിച്ച് സഞ്ചാരയോഗ്യമാക്കാൻ ദേശീയപാത അതോറിറ്റിയും പഞ്ചായത്ത് അധികൃതരും ഇടപെടണമെന്ന് യാത്രക്കാരും നാട്ടുകാരും ആവശ്യപ്പെട്ടു. വെങ്കടങ്ങ് പഞ്ചായത്തിലെ സ്വകാര്യ വ്യക്തിയുടെ കെട്ടിട നിർമ്മാണങ്ങൾ അനധികൃതമാണെന്ന് വിജിലൻസ് അന്വേഷണത്തിൽ കണ്ടെത്തി. 5-ാം വാർഡിൽ സ്വകാര്യ വ്യക്തിയുടെ കെട്ടിട നിർമ്മാണം അനധികൃതമാണെന്ന് കാണിച്ച് 2017-ൽ ഡേവിസ് വെങ്കടങ്ങ് വിജിലൻസിൽ കൊടുത്ത പരാതിയിലാണ് നടപടി. സ്വകാര്യ വ്യക്തിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അനധികൃതമല്ലെന്ന് വെങ്കടങ്ങ് പഞ്ചായത്ത് അധികൃതർ ചൂണ്ടിക്കാട്ടിയിരുന്നു. ഇതിനെതിരെ ദീർഘനാളായി ഡേവിസ് നടത്തിയ ഒറ്റയാൾ പോരാട്ടത്തിലാണ് നടപടിയായത്. വെങ്കടങ്ങ് സെന്ററിലെ സ്വകാര്യ വ്യക്തിയുടെ വ്യാപാര കെട്ടിടത്തിന് മുകളിൽ പഞ്ചായത്തിന്റെ അനുമതിയില്ലാതെ നിർമ്മാണം നടത്തിയതായും നിർമ്മാണം റോഡിൽ നിന്ന് വേണ്ടത്ര അകലം പാലിച്ചിട്ടില്ലെന്നും റോഡിൽ നിന്ന് കാനയിലേക്ക് കെട്ടിടഭാഗം കയറി നിൽക്കുന്നതായും വിജിലൻസ് റിപ്പോർട്ടിൽ പറയുന്നു. ചാവക്കാട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ CPM പ്രവർത്തകർ ആക്രമിച്ചതിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് ചാവക്കാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. പുത്തൻകടപ്പുറം സെന്ററിൽ നിന്ന് ആരംഭിച്ച പ്രകടനം കോട്ടപ്പുറം സെന്ററിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം UDF നിയോജകമണ്ഡലം കൺവീനർ KV ഷാനവാസ് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് ഷിഹാബ് മണത്തല അധ്യക്ഷത വഹിച്ചു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറിമാരായ നിഖിൽ G. കൃഷ്ണൻ, CS സൂരജ്, യൂത്ത് കോൺഗ്രസ് നിയോജകമണ്ഡലം പ്രസിഡന്റ്
തെബ്ഷീർ മഴുവഞ്ചേരി, ജില്ലാ സെക്രട്ടറിമാരായ ഷർബനൂസ്, ഋഷി ലാസർ തുടങ്ങിയവർ സംസാരിച്ചു. വേലൂരിൽ 2 മാസമായി തെരുവുവിളക്ക് കത്താത്തതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് മെമ്പർമാർ ഭരണസമിതി യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി. ഓണത്തിന് മുൻപ് തെരുവുവിളക്കുകളുടെ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കണമെന്ന് എല്ലാ ഗ്രാമസഭകളിലും നാട്ടുകാരും പ്രതിപക്ഷ കോൺഗ്രസ് മെമ്പർമാരും ആവശ്യപ്പെട്ടിട്ടും പഞ്ചായത്ത് പ്രസിഡന്റ് യാതൊരു നടപടിയും എടുത്തില്ലെന്ന് പ്രതിപക്ഷാംഗങ്ങൾ ആരോപിച്ചു. കോൺഗ്രസ് മെമ്പർമാരായ സ്വപ്ന രാമചന്ദ്രൻ, CD സൈമൺ, നിധീഷ് ചന്ദ്രൻ, VV ബാലകൃഷ്ണൻ, വിജിനി ഗോപി എന്നിവരാണ് യോഗം ബഹിഷ്കരിച്ചത്. വേലൂർ ഗ്രാമപഞ്ചായത്തിൽ ഇന്ന് അടിയന്തര യോഗം നടന്നിരിക്കുകയാണ്. ഈ അടിയന്തര യോഗത്തിൽ പ്രതിഷേധിച്ച് ഞങ്ങൾ മെമ്പർമാർ ഇതിൽ നിന്ന് ഇറങ്ങിപ്പോവുകയും പഞ്ചായത്ത് സെക്രട്ടറിയെ കണ്ട് കൃത്യമായിട്ടുള്ള ഞങ്ങളുടെ വിയോജിപ്പ് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഈ പഞ്ചായത്തിൽ ഓണക്കാലമായിട്ടും ലൈറ്റുകൾ കത്തുന്നില്ല. കഴിഞ്ഞ മാസം 12-ാം തീയതി, ഓണത്തിന് മുമ്പുള്ള 12-ാം തീയതി ഇതേപോലെ പഞ്ചായത്ത് യോഗം നടക്കുമ്പോൾ ആ പഞ്ചായത്ത് യോഗത്തിൽ നിന്ന് ഈ ഒരു കാരണം പറഞ്ഞിട്ട് തന്നെയാണ് ഞങ്ങൾ മെമ്പർമാർ ഇറങ്ങിപ്പോന്നിട്ടുള്ളത്. ലൈറ്റുകൾ കത്തുന്നില്ല, ജനങ്ങൾക്ക് രാത്രി നടക്കാൻ പറ്റാത്ത സാഹചര്യം. ഇനി കുട്ടികൾ സ്കൂൾ വിട്ട് കഴിഞ്ഞ് ട്യൂഷനൊക്കെ പോകുമ്പോൾ രാത്രി ലൈറ്റ് കത്താതിരിക്കുമ്പോൾ ഓണാവധിക്കാലം അഭിനയത്തിനായി മാറ്റിവെച്ചിരിക്കുകയായിരുന്നു തൃശൂർ ജില്ലാ കോടതിയിലെ വനിതകളടക്കമുള്ള ഒരു കൂട്ടം അഭിഭാഷകർ. 13 അഭിഭാഷകരാണ് മകൾ എന്ന ഹ്രസ്വ സിനിമയിൽ കഥാപാത്രങ്ങൾക്ക് വേഷം പകർന്നത്. മാധ്യമപ്രവർത്തകനായ മണികണ്ഠൻ കുറുപ്പത്ത് സംവിധാനം ചെയ്യുന്ന കോടതി പശ്ചാത്തലമായുള്ള ഹ്രസ്വ സിനിമയാണ് 4 വനിതകളും സീനിയർ അഭിഭാഷകരും ഉൾപ്പെടെയുള്ള അഭിനേതാക്കളുടെ ബാഹുല്യം കൊണ്ട് ശ്രദ്ധേയമാകുന്നത്. സിനിമയുടെ സ്വിച്ച് ഓൺ കർമ്മം മുൻ മന്ത്രി അഡ്വക്കേറ്റ് VS സുനിൽകുമാർ നിർവഹിച്ചു. ഒരു ദിവസത്തെ റിഹേഴ്സൽ കൊണ്ടാണ് 13 അഭിഭാഷകർ ആദ്യമായി ക്യാമറയ്ക്ക് മുൻപിലെത്തിയത്. അഡ്വക്കേറ്റ് അപർണ, സീനിയർ അഭിഭാഷകരായ ജോഷി, പ്രതീഷ് പൊന്നാംപാറ തുടങ്ങിയവരാണ് പ്രധാന വേഷത്തിലെത്തുന്നത്. ഒരാൾ മജിസ്ട്രേറ്റായും മറ്റുള്ളവർ അഭിഭാഷകരായി തന്നെയുമാണ് വേഷമിട്ടിരിക്കുന്നത്. അഭിഭാഷകരായ സോന, അശ്വതി, ശരൺ, റിയാസ്, ഹനീഫ്, ബബിൽ, ആനന്ദ് K ജോസ്, ചിന്മയ കോളേജിലെ BCom 2ാം വർഷ വിദ്യാർത്ഥിനി അക്ഷയ, സജിത സതീഷ്, സത്യ ശങ്കർ തുടങ്ങിയവരാണ് മറ്റ് അഭിനേതാക്കൾ. വിനോദ് പാലിശ്ശേരിയാണ് കഥയും തിരക്കഥയും രചിച്ചിരിക്കുന്നത്. സനീഷ് ക്യാമറയും സതീഷ് മാനവ് സംഗീതവും നിർവഹിച്ച മകൾ അയ്യന്തോളിലും അരിമ്പൂരിലുമായി ചിത്രീകരണം പൂർത്തിയായി. ഡബ്ബിംഗ് ജോലികൾ പൂർത്തിയാക്കി സമൂഹ മാധ്യമങ്ങൾ വഴി മകൾ പ്രേക്ഷകരിലെത്തിക്കാനുള്ള ശ്രമത്തിലാണ് അണിയറ പ്രവർത്തകർ. കൾച്ചറൽ ഡെസ്ക് TCV. ദേശമംഗലത്ത് വിവിധയിടങ്ങളിൽ അറവു മാലിന്യങ്ങൾ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തി. ദേശമംഗലം സെന്ററിലെ മനപ്പടിയിലും കൂട്ടുപാത സെന്ററിലെ ദേശമംഗലം പാതയോരത്തുമാണ് മാലിന്യങ്ങൾ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. മാലിന്യങ്ങൾ വഴിയരികിൽ ഉപേക്ഷിക്കുന്നവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് K ജയരാജ് പറഞ്ഞു. മലക്കപ്പാറയിൽ തേയില എസ്റ്റേറ്റിൽ പണിയെടുക്കുന്ന ജാർഖണ്ഡ് തൊഴിലാളികളുടെ കുട്ടികളെ പരിപാലിക്കുന്ന ബാലഭവൻ കാട്ടാനക്കൂട്ടം തകർത്തു. തിങ്കളാഴ്ച പുലർച്ചെയാണ് സംഭവം. ഏകദേശം 1 ലക്ഷം രൂപയുടെ നാശനഷ്ടം കണക്കാക്കുന്നു. ആളുകൾ ബഹളം വെച്ചതിനെ തുടർന്ന് കാട്ടാനക്കൂട്ടം കാട്ടിലേക്ക് കയറിപ്പോയി. കടവല്ലൂർ ആൽത്തറ മുല്ലപ്പള്ളിക്കുന്നിൽ മണ്ണെടുക്കുവാനുള്ള ശ്രമം നാട്ടുകാരുടെ എതിർപ്പിനെ തുടർന്ന് ഉപേക്ഷിച്ചു. കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് മണ്ണുമാന്തി യന്ത്രങ്ങൾ ഇവിടേക്ക് കൊണ്ടുവന്നത്. പൊതു റോഡിലൂടെ വലിയ യന്ത്രങ്ങൾക്ക് പോകാൻ സാധിക്കാതെ വന്നതോടെ ഒരു സ്ഥാപനത്തിന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്ത് അവരുടെ അനുമതിയില്ലാതെ കൊണ്ടുവന്ന് ഇടുകയായിരുന്നു. പിന്നീട് ഈ സ്ഥാപനവും നാട്ടുകാരും എതിർത്തതോടെ യന്ത്രങ്ങൾ അവിടെ ഉപേക്ഷിച്ച് ജീവനക്കാർ സ്ഥലം വിട്ടു. വർഷങ്ങൾക്ക് മുൻപ് മുല്ലപ്പള്ളിക്കുന്നിൽ കനത്ത തോതിൽ മണ്ണെടുപ്പ് നടത്തിയിരുന്നു. നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്നാണ് നിർത്തിവെച്ചത്. ദേശീയപാത നിർമ്മാണ ജോലികളുമായി ബന്ധപ്പെട്ട് അധികൃതരുടെ അനുമതിയോടെയാണ് മുല്ലപ്പള്ളിക്കുന്നിൽ മണ്ണെടുക്കാനെത്തിയത് എന്നാണ് സൂചന. സ്ഥിരം കുറ്റവാളിയായ യുവാവിനെ കാപ്പ ചുമത്തി നാടുകടത്തി. കൊടുങ്ങല്ലൂർ പുല്ലൂറ്റ് സ്വദേശി അലങ്കാരത്ത് പറമ്പിൽ ചാച്ചു എന്ന് വിളിക്കുന്ന ഷാമോനെയാണ് തൃശൂർ DIG തോംസൺ ജോസിന്റെ ഉത്തരവ് പ്രകാരം 1 വർഷത്തേക്ക് ജില്ലയിൽ നിന്നും നാടുകടത്തിയത്. പ്രായപൂർത്തിയാകാത്ത വിദ്യാർത്ഥിനിയെ ശാരീരിക പീഡനത്തിനിരയാക്കിയെന്ന പരാതിയിൽ ട്യൂഷൻ മാസ്റ്ററെ ആളൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. വെള്ളാഞ്ചിറ സ്വദേശി ശരത്താണ് അറസ്റ്റിലായത്. ട്യൂഷൻ സെന്ററിൽ വന്ന പെൺകുട്ടിയുമായി ഇൻസ്റ്റാഗ്രാം, വാട്സാപ്പ് വഴി സൗഹൃദം സ്ഥാപിക്കുകയും ഫോട്ടോ എടുത്ത് ഭീഷണിപ്പെടുത്തുകയും 2021 മുതൽ പലതവണ ശാരീരികമായി ഉപദ്രവിച്ചുവെന്നുമാണ് പരാതി. ഇരിങ്ങാലക്കുട DYSP KG സുരേഷിന് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ആളൂർ ഇൻസ്പെക്ടർ KM ബിനീഷാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. കൊടകര, ആളൂർ എന്നിവിടങ്ങളിൽ 3 ട്യൂഷൻ സെന്ററുകളുടെ ഉടമയാണ് ശരത്. ഇയാളെ റിമാൻഡ് ചെയ്തു.
വിശ്വകർമ്മ സൊസൈറ്റി ജില്ലാ പ്രതിനിധി സമ്മേളനവും തൃശൂർ താലൂക്ക് കമ്മിറ്റി രൂപീകരണവും സംസ്ഥാന പ്രസിഡന്റ് ടി.ആർ. മധു ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് ബി.ഡി. ഗോപി അധ്യക്ഷത വഹിച്ചു. വിശ്വകർമ്മ ജയന്തി ദിനം പൊതു അവധിയായി പ്രഖ്യാപിക്കണമെന്നും ദേവസ്വം ബോർഡിൽ അർഹമായ പ്രാതിനിധ്യം നൽകണമെന്നും സമ്മേളനം ആവശ്യപ്പെട്ടു. സംസ്ഥാന നേതാക്കളായ വി.ജി. സുന്ദരൻ, സെക്രട്ടറി സതീഷ് മരോട്ടിക്കൽ, ബാബുരാജ്, ശൈലജ, ശ്രീനിവാസൻ, ബാലകൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു. തൃശൂർ താലൂക്ക് പ്രസിഡന്റായി ഉണ്ണികൃഷ്ണനെ യോഗം തെരഞ്ഞെടുത്തു. തൃത്തല്ലൂർ വെസ്റ്റ് മദ്രസത്തുൽ മുഹമ്മദിയയിലെ സ്മാർട്ട് ക്ലാസ് റൂം സുന്നി മഹല്ല് ഫെഡറേഷൻ ജില്ലാ ജനറൽ സെക്രട്ടറി എൻ.പി. അബ്ദുൽ കരീം ഫൈസി ഉദ്ഘാടനം ചെയ്തു. മദ്രസ പ്രസിഡന്റ് എ.എ. മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു. മദ്രസ സെക്രട്ടറി എ.എ. ജാഫർ, ട്രഷറർ എ.ടി. റഫീഖ്, സ്വദർ മുഹമ്മദ് ബദരി, ഗൾഫ് പ്രതിനിധികളായ എ.കെ. അബ്ദുറസാഖ് ഹാജി, എ.എം. യൂനുസ്, മജ്ലിസുന്നൂർ ചെയർമാൻ എ.കെ.എം. ഹനീഫ ഹാജി, മുഹമ്മദ് നസീം ഫൈസി എന്നിവർ സംസാരിച്ചു. ഡെൻമാർക്കിൽ നടന്ന വേൾഡ് ഫയർ ഫൈറ്റേഴ്സ് ഗെയിംസിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് പങ്കെടുത്ത് മെഡൽ ജേതാക്കളായ ആൽവിൻ പൂൾ, റജിൻ എന്നിവർക്ക് വടക്കേ കാരമുക്ക് സെന്റ് ആന്റണീസ് ഇടവകയും കാരമുക്ക് ദേശവും സംയുക്തമായി സ്വീകരണം നൽകി. റജിൻ പഞ്ചഗുസ്തിയിൽ വെള്ളി മെഡലും ആൽവിൻ പൂൾ പഞ്ചഗുസ്തിയിലും വടംവലിയിലും വെങ്കല മെഡലുമാണ് നേടിയത്. മണലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സൈമൺ തെക്കത്ത് അനുമോദന യോഗം ഉദ്ഘാടനം ചെയ്തു. വടക്കേ കാരമുക്ക് സെന്റ് ആന്റണീസ് വികാരി ഫാദർ പ്രതീഷ് കല്ലറയ്ക്കൽ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബീന സേവിയർ, കാരമുക്ക് സമാജം ജനറൽ സെക്രട്ടറി ശശിധരൻ കൊട്ടേക്കാട്, അന്തിക്കാട് ബ്ലോക്ക് മെമ്പർ ഷെൽജി ഷാജു, വാർഡ് മെമ്പർമാരായ ബിന്ദു സതീഷ്, കവിത രാമചന്ദ്രൻ, ധർമ്മൻ പറത്താട്ടിൽ, കൈക്കാരൻ ജോർജ് ടി ഫ്രാൻസ്, പാസ്റ്റർ കൌൺസിൽ മെമ്പർ ജോയ് മോൻ, പള്ളിക്കുന്നത്ത് തുടങ്ങിയവർ സംസാരിച്ചു. ചേർന്നൊരുക്കുന്ന മറ്റ് ഇന്നത്തെ താരങ്ങൾ കൊടുങ്ങല്ലൂരിൽ അമ്മയോടൊപ്പം കോടതിയിലെത്തിയ 2 വയസ്സുകാരന്റെ തൊണ്ടയിൽ മിഠായി കുടുങ്ങി. സംഭവ സമയത്ത് കോടതി പരിസരത്തുണ്ടായിരുന്ന കാറ്ററിംഗ് സ്ഥാപന നടത്തിപ്പുകാരനായ ജോബീഷ് കുട്ടിക്ക് പ്രാഥമിക ശുശ്രൂഷ നൽകി മിഠായി പുറത്തെടുത്തു. കോലടി ചിന്മയ കോളേജിൽ നടന്ന NCC ദശദിന ക്യാമ്പിലെ കൾച്ചറൽ കായിക മീറ്റിൽ വിജയികളായവർക്കുള്ള സമ്മാനദാനം ലഫ്റ്റനന്റ് കേണൽ M.T. ബ്രിജേഷ് നിർവഹിച്ചു. ഡെപ്യൂട്ടി ക്യാമ്പ് കമാൻഡന്റ് മേജർ P.J. സ്റ്റൈജു അധ്യക്ഷത വഹിച്ചു. ക്യാപ്റ്റന്മാരായ ശരത് ചന്ദ്രൻ, ജെയ്സൺ ജേക്കബ് എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. അസോസിയേറ്റ് NCC ഓഫീസർമാരായ ഷിജി പൌലോസ്, E.A. അദീബ്, C.G. നിഖിൽ, സുബേദാർ മേജർ ബിജോയ് റായ് എന്നിവർ സംസാരിച്ചു. ഗുരുവായൂർ നഗരസഭ വൈസ് ചെയർമാനും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായിരുന്ന K.A. ജേക്കബിന്റെ കുടുംബത്തിനായി CPI മണ്ഡലം കമ്മിറ്റി നിർമ്മിച്ചു നൽകിയ സ്നേഹഭവനത്തിന്റെ താക്കോൽദാനം മന്ത്രി K. രാജൻ നിർവഹിച്ചു. കരുവാൻപടി റെയിൽവേ ഗേറ്റിന് സമീപം സ്ഥലം വാങ്ങി 750 ചതുരശ്ര അടി വിസ്തൃതിയിലുള്ള വീടാണ് CPI പ്രവർത്തകർ നിർമ്മിച്ചു നൽകിയത്. താക്കോൽദാന ചടങ്ങിൽ CPI ജില്ലാ സെക്രട്ടറി K. വത്സരാജ് അധ്യക്ഷത വഹിച്ചു. നഗരസഭ വൈസ് ചെയർപേഴ്സൺ അനീഷ്മ ഷനോജ്, മുൻ MLA ഗീതാ ഗോപി, ലോക്കൽ സെക്രട്ടറി C.V. ശ്രീനിവാസൻ, മണ്ഡലം സെക്രട്ടറി അഡ്വക്കേറ്റ് P. മുഹമ്മദ് ബഷീർ, P.K. രാജേശ്വരൻ തുടങ്ങിയവർ സംസാരിച്ചു. വീട്ടിൽ സ്ഥാപിച്ച സോളാർ സിസ്റ്റം തകരാറിലായ സംഭവത്തിൽ നഷ്ടപരിഹാരമായി 2 ലക്ഷം രൂപയും പലിശയും നൽകുവാൻ ഉപഭോക്തൃ കോടതി വിധി. തളിക്കുളം കല്ലാട്ട് വീട്ടിൽ KS അശോകൻ ഫയൽ ചെയ്ത ഹർജിയിലാണ് എറണാകുളത്തെ മഠത്തിൽ മാർക്കറ്റിംഗ് കമ്പനി ഉടമ ജസ്റ്റിൻ, സ്ഥാപനത്തിന്റെ മാനേജർ എന്നിവർക്കെതിരെ വിധിയായത്. ഹർജിക്കാരനു വേണ്ടി അഡ്വക്കേറ്റ് A.D. ബെന്നി കോടതിയിൽ ഹാജരായി. ചിറ്റഞ്ഞൂരിൽ കൃഷിക്കാവശ്യമായ വെള്ള വിതരണത്തിന് ഉപയോഗിക്കുന്ന തോട്ടിൽ ചീപ്പ് സ്ഥാപിക്കാത്തതിൽ പ്രതിഷേധിച്ച് BJP അംഗങ്ങൾ നഗരസഭാ കൌൺസിൽ യോഗത്തിൽ നിൽപ്പ് സമരം നടത്തി. BJP അംഗങ്ങളായ രേഖ സജീവ്, അഡ്വക്കേറ്റ് സോഫിയ എന്നിവരുടെ നേതൃത്വത്തിലാണ് നിൽപ്പ് സമരം നടത്തിയത്. ചീപ്പുകൾ സ്ഥാപിക്കാൻ ചെയർപേഴ്സൺ ഉറപ്പ് നൽകണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം. സ്വച്ഛ് ഭാരത് മിഷൻ അർബൻ 2-ന്റെ ഭാഗമായുള്ള കുന്നംകുളം നഗരസഭാതല ക്യാമ്പയിൻ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. സ്വച്ഛതാ ഹി സേവ പ്രോഗ്രാം ഇവന്റ് ലോഞ്ചിംഗ് നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ വൈസ് ചെയർപേഴ്സൺ സൌമ്യ അനിലൻ, സ്ഥിരം സമിതി അധ്യക്ഷരായ PM സുരേഷ്, സജിനി പ്രേമൻ, T. സോമശേഖരൻ തുടങ്ങിയവർ സംസാരിച്ചു.
സമസ്ത കേരള വാര്യർ സമാജത്തിന്റെ നേതൃത്വത്തിൽ ഗുരുവായൂരിൽ ആചാര്യ സംഗമവും ആചാര്യ ശ്രേഷ്ഠ പുരസ്കാര സമർപ്പണവും നടത്തി. ഗുരുവായൂർ ക്ഷേത്രം തന്ത്രി ചേനാസ് ദിനേശൻ നമ്പൂതിരിപ്പാട് ഉദ്ഘാടനം ചെയ്തു. സമാജം സംസ്ഥാന പ്രസിഡന്റ് പി കെ മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി വി വി മുരളീധര വാര്യർ മുഖ്യപ്രഭാഷണം നടത്തി. സംസ്ഥാന ട്രഷറർ വി വി ഗിരീശൻ, ടി വി ശ്രീനിവാസ വാര്യർ, കെ സുരേഷ് വാര്യർ, എസ് ശങ്കര വാര്യർ, ടി വി രാധാകൃഷ്ണ വാര്യർ, കെ വി ചന്ദ്രിക വാര്യർ, ഗീത ആർ വാര്യർ, വി വി സതീശൻ, ജയ സതീഷ് തുടങ്ങിയവർ സംസാരിച്ചു. മഹാത്മാ സോഷ്യൽ സെന്ററിന്റെ നേതൃത്വത്തിൽ ഗുരുവായൂരിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. നഗരസഭാ പ്രതിപക്ഷ നേതാവ് കെ പി ഉദയൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. മഹാത്മാ പ്രസിഡന്റ് നൌഷാദ് തെക്കുംപുറം അധ്യക്ഷത വഹിച്ചു. അഡ്വൈസറി ബോർഡ് ചെയർമാൻ കെ എം മെഹ്റൂഫ്, ഫൌണ്ടർ ചെയർമാൻ സി എം സഗീർ, സി എസ് സൂരജ്, നവാസ് തെക്കുംപുറം തുടങ്ങിയവർ സംസാരിച്ചു. പൈതൃകം ഗുരുവായൂർ പ്രതിമാസ കുടുംബ സംഗമത്തിന്റെ ഭാഗമായി വൈജ്ഞാനിക സദസ്സ് സംഘടിപ്പിച്ചു. പൈതൃകം ഇന്റർനാഷണൽ ചെയർമാൻ ഡോക്ടർ ലക്ഷ്മി ശങ്കർ സദസ്സ് ഉദ്ഘാടനം ചെയ്തു. പൈതൃകം പ്രസിഡന്റ് അഡ്വക്കേറ്റ് സി രാജഗോപാൽ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ വിശ്വനാഥൻ നമ്പൂതിരി, കോർഡിനേറ്റർ അഡ്വക്കേറ്റ് രവി ചങ്കത്ത്, സെക്രട്ടറി മധു കെ നായർ, ട്രഷറർ കെ കെ വേലായുധൻ തുടങ്ങിയവർ സംസാരിച്ചു. അമ്പലപ്പാറ മാധവ സ്പോർട്സ് സിറ്റി ഓൾ കേരള ഓപ്പൺ മെൻസ് ഡബിൾസ് ടൂർണമെന്റ് സംഘടിപ്പിച്ചു. ടൂർണമെന്റിൽ ജെയ്സൺ, വിനോദ് എന്നിവർ ചാമ്പ്യന്മാരും വിനോദ്, ഷാനു എന്നിവർ റണ്ണേഴ്സ് അപ്പുമായി. ചടങ്ങിൽ ആഗ്രയിൽ നടന്ന നാഷണൽ ലെവൽ വടംവലി മത്സരത്തിൽ കേരള ടീം അംഗമായി പങ്കെടുത്ത് ഒന്നാം സ്ഥാനവും ഗോൾഡ് മെഡലും കരസ്ഥമാക്കിയ കടമ്പൂർ ഗവൺമെന്റ് ഹൈസ്കൂളിലെ വിദ്യാർത്ഥികളായ ഷാബിനെയും അഭിഷേകിനെയും അനുമോദിച്ചു. അമ്പലപ്പാറ പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മുഹമ്മദ് ഖാസിം, ക്ലബ്ബ് മെമ്പർമാരായ ഷാജി മണികണ്ഠൻ, ജയൻ, ഇസ്മായിൽ, വ്യാപാരി വ്യവസായ പ്രതിനിധി ഉമ്മർ എന്നിവർ സംസാരിച്ചു. വിവാഹദിനത്തിൽ കല്യാണ പെണ്ണും അച്ഛനും ചേർന്ന് അവതരിപ്പിച്ച ഡാൻസ് വൈറലായി. ചന്ദ്രാപിന്നി സ്വദേശി ലാലുവാണ് മകൾ ദേവികയുടെ വിവാഹവേദിയിൽ മകളോടൊത്ത് നൃത്തം വെച്ചത്. ഇരുവരുടെയും ചടുല താളത്തിലുള്ള നൃത്തം വിവാഹവിരുന്നിൽ പങ്കെടുക്കാനെത്തിയവർക്ക് ആസ്വാദികരമായി. കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ തൃശൂർ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗവും തൃശൂർ മീഡിയ വിഷൻ ഡയറക്ടറും ഡിവൈൻ പ്രസ് ഉടമയും സിയോൺ സ്റ്റുഡിയോ മാനേജിംഗ് പാർട്ണറുമായ ജേക്കബ് ജെറോമിന്റെ മാതാവ് റിട്ടയർഡ് അധ്യാപികയായ ബ്രിജിത്ത് നിര്യാതയായി. 85 വയസ്സായിരുന്നു. ചേലക്കര കൊള്ളന്നൂർ പരേതനായ തോമസിന്റെ ഭാര്യയാണ്. സംസ്കാരം ചൊവ്വാഴ്ച വൈകിട്ട് 3 മണിക്ക് ചേലക്കര സെന്റ് മേരീസ് ഫൊറോന ദേവാലയത്തിൽ നടക്കും. പാടശേഖരങ്ങളിൽ തീറ്റ തേടി താറാവുകൂട്ടമെത്തി. കണിയാംതുരത്ത് അന്നകര പാടവുകളിലാണ് താറാവുകൂട്ടങ്ങളെത്തിയത്. 6000-ലധികം താറാവുകളാണ് വിവിധ പാടശേഖരങ്ങളിലായി ഉള്ളത്. കൊയ്ത്തു കഴിഞ്ഞ പാടശേഖരങ്ങളിൽ ഉതിർന്നു വീഴുന്ന നെന്മണികളും ചെറുമീനുകളുമാണ് താറാവുകളുടെ തീറ്റ. ഇറച്ചിക്ക് വേണ്ടിയുള്ള താറാവുകളെയാണ് ഇവിടെ ഇറക്കിയിട്ടുള്ളത്. 300 രൂപയാണ് ഒരു താറാവിന്റെ വില. മലബാർ സ്വതന്ത്ര സുറിയാനി സഭ കരിക്കാട് പൂങ്കാവനം സെന്റ് ജോർജ് ചാപ്പൽ പെരുന്നാളിന് കൊടിയേറി. വികാരി ഫാദർ മൈക്കൽ ഗീവർഗീസ് കൊടിയേറ്റം നിർവഹിച്ചു. ഒക്ടോബർ 1, 2 തീയതികളിലാണ് തിരുനാൾ. കാരമുക്ക് നായർ കരയോഗം വാർഷിക പൊതുയോഗം സംഘടിപ്പിച്ചു. യോഗത്തിൽ പ്രസിഡന്റ് അഡ്വക്കേറ്റ് സോമകുമാർ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി കാട്ടൂർ സൂര്യനാരായണൻ, ട്രഷറർ നിർമ്മല എസ് മേനോൻ എന്നിവർ സംസാരിച്ചു. പോർക്കുളം പഞ്ചായത്തിലെ പാടശേഖരങ്ങളിൽ ഡ്രോൺ ഉപയോഗിച്ചുള്ള മരുന്ന് തളിക്കൽ തുടങ്ങി. സ്വയം തൊഴിൽ സംരംഭത്തിന്റെ ഭാഗമായി കുടുംബശ്രീ CDSന്റെ നേതൃത്വത്തിൽ ഡ്രോൺ ഉപയോഗത്തിൽ പരിശീലനം നേടിയ കുടുംബശ്രീ അംഗമാണ് മരുന്ന് തളിക്കലിന് നേതൃത്വം നൽകുന്നത്. പദ്ധതിയുടെ ഉദ്ഘാടനം കൊങ്ങണൂർ കാഞ്ഞിര പാടശേഖരത്തിൽ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അഖില മുകേഷ് നിർവഹിച്ചു. CDS ചെയർപേഴ്സൺ ശ്രീജ മണികണ്ഠൻ, പരിശീലനം നേടിയ സുജ മോഹൻ എന്നിവർ സംസാരിച്ചു. ഗുരുവായൂർ അഷ്ടമി രോഹിണി ആഘോഷ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സത്സംഗവും സമാദരണവും നടത്തി. ഗുരുവായൂർ നഗരസഭാ ചെയർമാൻ എം കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു. ആഘോഷ കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ DM വാസുദേവൻ അധ്യക്ഷത വഹിച്ചു. നടൻ ശിവജി ഗുരുവായൂരും മമ്മിയൂർ ദേവസ്വം ചെയർമാൻ GK പ്രകാശനും ചേർന്ന് ഉപഹാരങ്ങൾ വിതരണം ചെയ്തു. ജനറൽ കൺവീനർ V അച്യുതക്കുറുപ്പ്, VP ഉണ്ണികൃഷ്ണൻ, കല്ലൂർ ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. എല്ലാ കാര്യങ്ങളും ഭംഗിയായി നടത്താൻ അവർ ആരോഗ്യം നൽകാൻ
ചൊവ്വൂരിൽ റോഡ് മുറിച്ചു കടക്കുന്നതിനിടെ ബൈക്കിടിച്ച് യുവാവ് മരിച്ചു. ചൊവ്വൂർ വാരിയത്ത് 45 വയസ്സുള്ള സുനോദാണ് മരിച്ചത്. ബൈക്ക് യാത്രക്കാരായ 2 പേർക്ക് നിസ്സാര പരിക്കേറ്റു. ഇരിങ്ങാലക്കുട കൊടുങ്ങല്ലൂർ സംസ്ഥാന പാതയിൽ ചൊവ്വൂർ മഹാലക്ഷ്മി ക്ഷേത്രം റോഡിന് സമീപത്തായിരുന്നു അപകടം. പരിക്കേറ്റ സുനോദിനെ നാട്ടുകാർ കൂർക്കഞ്ചേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. അമിത വേഗതയിൽ ഇരിങ്ങാലക്കുട ഭാഗത്തു നിന്നും വന്ന ബൈക്ക് സുനോദിനെ ഇടിച്ചു തെറിപ്പിച്ചതിനു ശേഷം റോഡരികിൽ പാർക്ക് ചെയ്തിരുന്ന പെട്ടി ഓട്ടോയിൽ ഇടിച്ചാണ് നിന്നത്. ചൊവ്വൂർ മഹാലക്ഷ്മി ട്രാവൽസിന്റെ ഡ്രൈവറായ സുനോദ് സ്കൂൾ കുട്ടികളെ കൊണ്ടുവരുന്ന ട്രാവലർ എടുക്കാൻ വാഹനത്തിന്റെ അടുത്തേക്ക് പോകുന്നതിനിടയിലായിരുന്നു അപകടം. അളഗപ്പനഗർ പഞ്ചായത്തിൽ ബന്ധു നിയമനമെന്നാരോപിച്ച് LDF അംഗങ്ങളുടെ പ്രതിഷേധം. പ്രസിഡന്റിന്റെ ബന്ധുവായ തൊഴിലുറപ്പ് താൽക്കാലിക ജീവനക്കാരിക്ക് കരാർ പുതുക്കി നൽകുവാൻ നീക്കം നടത്തിയെന്നാരോപിച്ചാണ് ഇടതുപക്ഷ അംഗങ്ങൾ കരാർ നിയമന അജണ്ടയിൽ വിയോജിപ്പ് അറിയിച്ചത്. LDF അംഗങ്ങളായ PK ശേഖരൻ, PS പ്രീജു, VK വിനീഷ്, സജന ഷിബു, ശൈലജ നാരായണൻ, അശ്വതി പ്രവീൺ, ജേഷ്മ രഞ്ജിത്ത് എന്നിവരാണ് പ്രതിഷേധിച്ചത്. വിഷയത്തിൽ വ്യക്തത വരുത്തേണ്ടതുണ്ടെന്നും അജണ്ട മാറ്റണമെന്നും തീരുമാനങ്ങൾ വീണ്ടും ചർച്ച ചെയ്യാതെ അംഗീകരിക്കില്ലെന്നും 5 കോൺഗ്രസ് അംഗങ്ങളും യോഗത്തിൽ അറിയിച്ചു. ഇതോടെ 17 അംഗ ഭരണസമിതിയിൽ 12 പേരുടെ എതിർപ്പിലാണ് അജണ്ട ചർച്ചയ്ക്കെടുത്തതെന്നും പ്രതിപക്ഷം ആരോപിച്ചു. എന്നാൽ 10 വർഷത്തിലധികമായി പഞ്ചായത്തിൽ ജോലി ചെയ്യുന്ന ജീവനക്കാരിക്ക് പ്രവർത്തന മികവ് പരിശോധിച്ച് മാർക്കിന്റെ അടിസ്ഥാനത്തിലാണ് കരാർ പുതുക്കി നൽകിയതെന്നും അജണ്ട പ്രതിപക്ഷത്തിന്റെ വിയോജിപ്പോടെ അംഗീകരിച്ചതായും പ്രസിഡന്റ് K രാജേശ്വരി അറിയിച്ചു. ഇനി ഇന്നത്തെ സ്വർണം വെള്ളി പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 6980 രൂപ, പവന് 55,840 രൂപ, വെള്ളി ഗ്രാമിന് 96 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 3326 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. വീണ്ടും പ്രധാന വാർത്തകൾ. പോലീസിനെ കബളിപ്പിച്ച് രക്ഷപ്പെട്ട മോഷണ കേസിലെ പ്രതി പിടിയിലായി. വാടാനപ്പള്ളി സ്വദേശി ബാദുഷയാണ് കോഴിക്കോട് നിന്നും പിടിയിലായത്. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ വൻ കഞ്ചാവ് വേട്ട. നേത്രാവതി എക്സ്പ്രസിന്റെ ജനറൽ കമ്പാർട്ട്മെന്റിൽ നിന്ന് 7.5 ലക്ഷം രൂപയുടെ കഞ്ചാവ് പിടിച്ചെടുത്തു. കൃഷിയിറക്കാൻ ആളില്ല. കൊടുങ്ങല്ലൂരിന്റെ പൊക്കാളി പെരുമ പടിയിറങ്ങും. താഴെപ്പട മുപ്പളി ഫോറസ്റ്റ് റോഡിൽ വഴിവിളക്കുകൾ സ്ഥാപിക്കണമെന്നാവശ്യം എങ്ങുമെത്തിയില്ല. വന്യമൃഗശല്യത്താൽ പൊറുതിമുട്ടി നാട്ടുകാർ. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.